ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേര് ഫിഷ് പ്ലാനറ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് കളിക്കാം. കളി തുടങ്ങിയിരിക്കുകയാണ്. ലെറ്റ്സ് ഡു എ ക്വിക്ക് ട്യൂട്ടോറിയൽ ഓൺ ഫിഷ്. പ്രസ് ഗോ. ഫിഷിംഗ്. 2000 years later. ഫിഷ് ബൈറ്റ് ചെയ്യുന്നവരെ കാത്തിരിക്കണം. നമ്മൾ ഫസ്റ്റ് ഫിഷിനെ പിടിച്ചിരിക്കുകയാണ് ഗൈസ്. അടുത്ത ഫിഷ് വരുന്നവരെ കാത്തിരിക്കണം. ചെന്നുണ്ടാക്കുന്നത് ഷാരൂഖ് ഉണ്ടല്ലോ അപ്പുറത്ത്. ഷാരൂഖ് ഖാനാണോ? ഷാറോക്ക്. അടുത്ത ഫിഷിനെ കിട്ടിയിരിക്കുക ഗോൾഡൻ ഷിന്നർ എന്നാണ് ഫിഷിൻ്റെ. ഫിഷിംഗ്. Turn around and find compost pile to get boars. Okay, compost piles. അതാ ഇന്ന് ബേമിനെ കളക്ട് ചെയ്യണം. ബാക്ക് ടു സെലക്ട്. മീനെ പിടിക്കാൻ പോകും. ഹോൾഡ് ഓ സെറ്റ്മെന്റ് ടാക്ക്. നീ വരുന്നതുവരെ കാത്തിരിക്കാം. അനങ്ങാതെ ഉണ്ടാക്കാതെ. ഇപ്പം മീൻ പിടിക്കാനൊക്കെ പോയിട്ട് കുറേ കാലമായി. പണ്ട് ഇവിടെ തോട്ടിൽ പോകാറുണ്ടായിരുന്നു മീൻ പിടിക്കാൻ. അടുത്തായിരുന്നു. ഒന്നുമില്ലേ? നമുക്ക് മീനെ കിട്ടിയിരിക്കുന്നത് ഗൈസ്. ട്രോഫി വൈറ്റ് ക്രാപ്പാണ് തോന്നുന്നു ഫിഷിൻ്റെ. ക്രാപ്പി. Get profit from fisher. Get profit for fish from the. Okay, ഫിഷ് വാങ്ങാൻ പോകും. ബാക്ക് ടു ഗ്ലോ.
സ്പിൻ ചെയ്യാവുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ 550 രൂപ ക്യാഷ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. എന്താ ചെയ്യുക, അത് പൈസക്കാർ. ജപ്പാൻ ഒഡീസി. നമുക്ക് ഫിഷിങ്ങിന് പോകാം. പൈസ ചിലവാക്കാനായിട്ടില്ല സുഹൃത്തെ. അയ്യോ, എക്സിറ്റിൻ്റെ മുകളിൽ കൈയ്യട്ടിപ്പോയി. മീൻ വരട്ടെ ഗൈസ്, കാത്തിരിക്കുക. അപ്പുറത്തെ ഭാഗത്തൊക്കെ മീനുണ്ടല്ലേ. വെള്ള അളകുണ്ടല്ലോ. മീൻ കുത്തു. സൈഡിലൊക്കെ അളകുണ്ട്. നമ്മുടെ അടുത്ത് മീൻ വരുന്നില്ലല്ലേ. സാധാ മീൻ പിടിക്കുന്ന പോലെ തന്നെ. നേരം കാത്തിരിക്കണം. കിട്ടില്ല. നമുക്ക് അവിടേക്ക് നോക്കാം. കുറച്ച് ദൂരേക്ക് നോക്കാം. എടുത്ത് തന്നെയാണല്ലോ വരുന്നത്. കുറച്ചുകൂടെ ദൂരേക്ക് അറിയാല്ലേ. മീൻ ഇളകുന്ന കണ്ടിട്ട് നമുക്ക് അവിടേക്ക് ഇട്ട് വെക്കാം. അറിയാതെ വലിച്ചുകൊണ്ട് ചൂണ്ട. മീൻ വരട്ടെ. അതിലെ മത്തി ചൂര ചാടിക്കുള്ള കരിമീൻ പച്ചപാടും ചാടിച്ചൂട ആയിക്കൂറമത്തൂല്. കടിക്കുന്നുണ്ട് ഗൈസ്. കിട്ടി. ഇല്ല, മീൻ കൊണ്ടുപോയി. മീൻ പോയൊന്നുമില്ല, കിട്ടിയില്ല. കൊത്തിയിരുന്നു, പക്ഷെ പിടിക്കാൻ കിട്ടിയില്ല. നമുക്ക് കാത്തിരിക്കാം കുറച്ചൊരു. പിടിക്കുമോ? കൊത്തുണ്ട്, ചെറുതായിട്ട് കൊത്തുണ്ട്. കടിച്ചു കഴിഞ്ഞാൽ കിട്ടി. കൊത്തി ഗൈസ്, കൊത്തി. മീൻ കൊത്തി. പിടിച്ച് വലിച്ചു, പക്ഷെ കിട്ടിയില്ല. മീൻ കാത്തിരിക്കണം കുറച്ച് നേരം. ഈ ഗെയിമൊക്കെ അടിപൊളിയാണ്, പക്ഷേ കുറച്ച് ലാഗ് അടിക്കുന്നുണ്ട്. പക്ഷേ മീൻ പിടുത്തം അങ്ങനെയാണ്, അതുകൊണ്ട് കുറ്റം പറയാൻ പറ്റില്ല. മീൻ കുളത്തുനിന്ന് വിട്ടുപോയി. കറക്റ്റ് മീൻ പിടിക്കുന്ന പോലെ തന്നെ കറക്റ്റ് സമയം നോക്കി വലിക്കണം, അല്ലെങ്കിൽ ചൂണ്ടയുമ്പോൾ കുടുങ്ങൂല. കറക്റ്റ് സൂക്ഷ്മതയോടെ ഇരിക്കേണ്ടതാണ്. ചുണ്ടാക്കാതെ കാത്തിരിക്കാം. എനിക്ക് മീൻ പിടിക്കാൻ പോയി അധികം പരിചയമൊന്നുമില്ല ഞാൻ, പക്ഷേ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. വെറുതെ അങ്ങനെ ചെറിയ മീനിനൊക്കെ പിടിക്കും ചൂണ്ടിട്ടിട്ട്.
കിട്ടി ഗൈസ്. വൈറ്റ് ക്രാപ്പ് തന്നെ. പിന്നെ ഒരു മീനിനെ കൂടി പിടിക്കല്ലേ. നമുക്ക് അവിടേക്ക് പോയി നോക്കിയാലോ. ഇനി അങ്ങോട്ട് പോയി നോക്കാം. വേറെ മീനിനെ കിട്ടുമോ നോക്കാം. വേറെ മീൻ അവിടെ പോകും. ആ മരത്തിൻ്റെ ചോട്ട് പോയി നോക്കാം അല്ലേ. വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുമില്ല. മീനിനെ കിട്ടുമോ? പുല്ലിൻ്റെ ഇടയിലേക്ക് ഇട്ട് വെക്കാം. ഇവിടെയൊക്കെ മീനുണ്ടാവും. ചെടികളുടെ ഇടയിലൊക്കെ മീൻ വന്നിങ്ങനെ ഇരിക്കാറുണ്ട്. വെള്ളം ഇളകുന്നുണ്ട്. കൊത്തു നോക്കാം. കൊത്തുണ്ട്. മീനെ കിട്ടി ഗൈസ്. ബ്ലൂ ഗില്ലിനെ കിട്ടി. നമുക്ക് വേറെ മീനെ കിട്ടി. പ്രീമിയം വാങ്ങിപ്പിക്കേണ്ടി വരും. തുടങ്ങിയല്ലേ ഉള്ളൂ. ഇപ്പോൾ ഗെയിമിനെ കുറിച്ച് അഭിപ്രായം പറയുകയാണെങ്കിൽ ഗെയിമൊക്കെ നല്ല രസമുണ്ട്. എന്താ പറയുക, ഒരു മീനിനെ പിടിക്കുന്ന ഒരു എക്സ്പീരിയൻസ്. എന്താ നമുക്ക് ഓരോരോ സ്ഥലങ്ങളിലൊക്കെ പോയി ഇങ്ങനെ മീനിനെയൊക്കെ പിടിക്കുക. അങ്ങനെ രസമുള്ള പരിപാടി തന്നെയാണ്. പക്ഷെ എന്താ പറയുക, നോർമൽ മീനിനെ പിടിക്കുന്ന പോലെ തന്നെ എല്ലാം ടൈം കൺസ്യൂമിങ് ആണ്. സമയമുള്ളപ്പോൾ ഒക്കെ വെറുതെ അങ്ങനെ ബോറടിക്കുന്ന സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ഗെയിമാണ്. അത്രയേ ഉള്ളൂ. അല്ലാതെ എന്താ പറയുക, ഗ്രാഫിക്സൊക്കെ കുഴപ്പമില്ല. വെള്ളത്തിൻ്റെ ഒരു മോഷനും അതൊക്കെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രാഫിക്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ അന്നത്തെ ഗെയിം പ്ലേ. ഇനി വേറൊരു ഗെയിമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ഗുഡ് ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.